ഹായ്, നമസ്കാരം. ലോട്ടസ് പെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് ഗാർഡൻ ടിപ്സാണ്. കാരണം നമ്മളെല്ലാവരും പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം നമ്മൾ ഒരു പൈസ ചിലവില്ലാതെ നമ്മുടെ കടകളിലും മറ്റും നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട്, അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഏതൊരു വീട്ടിലും നമ്മൾ റോസാപ്പൂ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതിന് പറ്റുന്നൊരു ബെസ്റ്റ് വളമാണ് ഒരു തൈരും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ അത് പുളിപ്പിച്ചിട്ടുള്ള ബെസ്റ്റ് സാധനമാണ്. അത് കൂടാതെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഉള്ളിത്തൊലി ഇതുപോലെ തന്നെ ഒന്നുകിൽ നമുക്കത് അതേപടി ഇടാം, അല്ലെങ്കിൽ അത് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല. പിന്നീട് ഏറ്റവും എനിക്ക് പ്രാക്ടിക്കലായി തോന്നിയിട്ടുള്ള ഒന്നാണ് ഉരുവയുടെ അധികം വരില്ല, ഒരു കവറിന് അത്ര 15-20 രൂപ എങ്ങാണ്ടുള്ളൂ. അത് നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലവർ ചെയ്യാൻ ഏറ്റവും എനിക്ക് തോന്നുന്നത് മറ്റുള്ളതിനേക്കാളൊക്കെ കൂടുതലായിട്ട് എനിക്ക് പ്രാക്ടിക്കലായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ലാൻഡ് ഓർക്കിഡ്സും ഇതിനൊക്കെ ഒത്തിരി ഫ്ലവർ ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് വേനൽ സമയം, ഇപ്പം ഈ സമയത്ത് പറ്റില്ല, വേനൽ സമയത്താണെങ്കിൽ വെളുത്തുള്ളി, ഈ പറഞ്ഞ മാതിരി ഉള്ളിത്തോല്, കോഴിമുട്ടത്തോട്, തേയിലച്ചണ്ടി നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് അത് മൂന്നും കൂടി വെച്ച് ഉണക്കുക. എന്നിട്ട് അത് മിക്സിയിലിട്ട് ഇതുപോലെ സൗകര്യം ഉണ്ടെങ്കിൽ മിക്സിയിൽ പൊടിയാക്കി അത് ഇടക്കിടക്ക് ഇട്ട് കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ് വളർച്ചയ്ക്ക് നിന്നുണ്ടാകും. പിന്നീട് ഇതിനടുത്ത് ഞാനൊരു താമര ആമ്പലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒരു ചെറിയൊരു കിഴി കെട്ടി ചെറിയ 1-2 ചെറിയ കടലപ്പിണ്ണാക്കിൻ്റെ ഒരു ചെറുത് മതി, 1-2 ഇത് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അത് നമ്മൾ നടുക്ക്, കാരണം അറിയാലോ താമര മിക്കവാറും നമ്മുടെ ചെടിയുടെ ഈ വട്ടത്തിലാണ്, അതിൻ്റെ സൈഡിൽ കൂടിയാണ് അതിൻ്റെ ഇത് വരിക. അപ്പോൾ നടുക്കാണ് അതിൻ്റെ ഇതുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഗപ്പിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കൊതുക് ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നന്നായി ഫ്ലവർ ചെയ്യുന്നതെന്നുള്ള ഞാൻ അത് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കിയില്ല, പക്ഷേ ഒരുപാട് ടിപ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പച്ചില കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അധികം ആവരുത്, അതിൻ്റെ തെളി അത് കഴിയുന്നത്ര ഡൈല്യൂട്ട് ചെയ്തിട്ട്, പ്രത്യേകിച്ച് മഴക്കാലത്തൊന്നും പറ്റില്ല, വേനൽക്കാലത്താണെങ്കിലും കുറച്ചും കൂടി അത് യൂസ്ഫുള്ളായിരിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന നാട്ടിൽ അറിവുടെ. പിന്നെ കറ്റാർ വാഴ, മുരിങ്ങയുടെ ഇഴ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളങ്ങൾ ഉണ്ടാക്കി, ഇതിനൊന്നും നമുക്ക് വലിയ എക്സ്പെൻസ് ഇല്ലാതെ. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുക്കള ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ നമ്മൾ ഒരു വെള്ളത്തിലിട്ട് ഒരു 4-5 ദിവസം വെള്ളത്തിലിട്ട് കുറച്ച് എന്തെങ്കിലും കടൽപ്പെണ്ണാക്കൊക്കെ ഇട്ടിട്ട് അതിൽ എടുത്തിട്ട് തെളിയെടുത്ത് വീണ്ടും ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചാൽ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഉദ്യാനത്തിൻ്റെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.